നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് കൊടും മഴയാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെല്ലായിടും ഇപ്പം മഴയാണ്. മഴയും പിടിച്ച് പിള്ളേരെ ചോറ് കൊടുക്കാൻ പറ്റാൻ ഇച്ചിരി താമസിച്ചു പോയി. എന്നാലും 2 മണിയായതേ ഉള്ളൂ. എല്ലാവരും തുണിയെല്ലാം അലമ്പി നാശമാക്കി ഇട്ടേക്കുക. കിടക്കാനൊക്കെ ഇട്ട് കൊടുത്ത തുണികളെല്ലാം അലങ്കോലമാക്കി ഇട്ടേക്കുക. അതിൽ മഴയാണെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ. അപ്പം ഞാൻ ഇറങ്ങിയത് ഫുഡുമായിട്ട് വന്ന് കണ്ടതിൻ്റെ ആ ഒരു ഉത്സാഹത്തിൽ ചാടി ഇറങ്ങി വരിക. ഡോണ് നല്ല ഇതിൽ ചാടി കയറുക അദ്ദേഹത്ത്. തുണി അവർക്ക് കിടക്കാൻ ഇട്ട് കൊടുത്ത എല്ലാം വലിച്ചു വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് കിടക്കുക. ഡോണിന് ഇട്ട് കൊടുത്ത കമ്പിളിയാണ് പിങ്കിയുടെ അടുക്ക കിടക്കുന്നത്. പിങ്കിയുടെ തുണി രണ്ടും എടുത്ത് കളഞ്ഞു. പങ്കിയുടെ എല്ലാം വലിച്ചു വാരി കളഞ്ഞു. ഡോൺ ഇന്നലെ ചോറ് കുറച്ചാണ് തിന്ന് കേട്ടോ. കുറച്ച് ചോറ് ബാക്കിയുണ്ട്. എന്താണെന്നറിയത്തില്ല, അവന് ടൂൾസൊക്കെ ഇട്ട് കൊടുത്തോണ്ടായിരിക്കും അവൻ ചോറ് കുറച്ച് തിന്നുള്ളൂ. അവനാ തുണിയൊന്നും പിടിച്ച് നേരെ ഇടാൻ സമ്മതിക്കുന്നില്ല. നമുക്ക് അതിനകത്ത് തന്നെ കയറി കിടക്കുക. മാറുന്നില്ല. അത് അവൻ്റെ തുണിയാണ്, അതുകൊണ്ടാണ് അവൻ അതിനകത്ത് കയറി കിടക്കുന്നത്. ഇപ്പം അത് പിങ്കി കയ്യേറിയേക്കുക. അവൻ കിടക്കുന്നിടത്ത് നിന്ന് വലിച്ചിഞ്ഞെടുത്തിട്ട് പിങ്കി കയ്യേറി വെച്ചേക്കുവാണ്. അവനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവനും അതിനകത്ത് തന്നെ കയറി കിടക്കുക. കണ്ടില്ലേ? ചോറ് ഇന്നലെ കഴിച്ചില്ല. ബാക്കിയുള്ള എടുത്ത് വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവന് വേറെ കൊടുക്കാം. പിങ്കിയാണെങ്കിൽ അവിടെ എല്ലാം കുഴിയെടുത്ത് കുഴിക്കകത്ത് വെള്ളം നിൽക്കുക. ഭയങ്കര കുഴിയെടുത്തേക്കുന്നത്. വളരെ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്ന് നമുക്ക് ചോറ് കൊടുക്കാം. എല്ലാം തിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കളഞ്ഞേക്കുക. മഴയായതുകൊണ്ട് ക്യാമറ വെച്ച് പിടിക്കാനൊരു ഇതില്ല. മോനില്ലാത്തതുകൊണ്ട് പിടിക്കാനും ആളില്ല. അതുകൊണ്ട് സ്റ്റാൻഡ് വെച്ച് എടുക്കുക. ഉണ്ടോ പിങ്കി തുറന്നിട്ടേക്കുന്നുണ്ടോ? തുറന്നിട്ട് അവിടെ വെള്ളം കെട്ടിക്കിടക്കും. സ്വിമ്മിംഗ് പൂൾ പോലെ ആക്കിയിട്ടേക്കുമോ പിങ്കി അവിടെ. മഴ പെയ്ത് മൊത്തം അലമ്പാട്ട് കിടക്കും. അത് വൃത്തിയാക്കാനും പറ്റുന്നില്ല. പിള്ളേരെ ഇത് കുളിപ്പിക്കാനും പറ്റത്തില്ല. പിങ്കി ആയാലും രോമം ഒത്തിരി ഉള്ളതുകൊണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉണങ്ങിയില്ലെങ്കിൽ വാടയെടുക്കും. ഡോണിനും അതേപോലെ തന്നെ. ജോണാണെങ്കിൽ പിന്നെ ചെളിയിലൊക്കെ കടന്നിട്ടാണെങ്കിൽ അവൻ്റെ ദേഹം മൊത്തം ഇപ്പോഴേ അഴുക്ക ഒരുപാടാണ്. അവൻ്റെ രോമമാണെങ്കിൽ ചടക്കുമോ. കുളിപ്പിച്ച് വൃത്തിയാക്കാമെന്ന് ചോദിച്ചാൽ ഒരു ദിവസമെങ്കിലും നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് നിൽക്കണ്ടേ. വെയിൽ എന്തെങ്കിലും വേണ്ടേ. അതില്ലെന്നുള്ളത്. ഫുഡ് കൊടുക്കാം. ഡോണ് സാധാരണ കഴിക്കുന്നത് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഇന്നലെ ഒരുപാട് ടൂൾസൊക്കെ ഒരുപാട് ഇട്ട് കൊടുത്തോണ്ടായിരിക്കും ചിലപ്പോൾ ചോറ് ബാക്കി വന്നത്. പങ്കിയും പിങ്കിയൊക്കെ ഞാൻ കഴിച്ച്. പിന്നെ ഇടയ്ക്ക് അവർക്ക് ഇങ്ങനെ വയറ്റ് വേദനയൊക്കെ വരും. ഡോണാണെങ്കിൽ പിന്നെ പോയി എന്തെങ്കിലും പുല്ലൊക്കെ തിന്നിട്ട് കക്കി കഴിയുമ്പോൾ വയറ്റ് വേദന അങ്ങ് മാറും. അത് മീനും ഇറച്ചിയൊക്കെയാണ്. മീനൊന്നും കിട്ടാനില്ല. മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് വെള്ളവും ബോട്ടും ഒന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് മീൻ ഭയങ്കര ക്ഷാമമാണ്. മീനോ ഇറച്ചി എന്തെങ്കിലും ഒരു ഇതില്ലാതെ അവർ കഴിക്കത്തുമില്ല. കുറേ ദിവസമായിട്ട് പഠിപ്പിച്ച് ഇറച്ചിയായിരുന്നു. ഇന്നിപ്പം മീനും ഇറച്ചിയുടെ കഷ്ണവും ഉണ്ട്. വീഡിയോ ക്യാമറ ചരിഞ്ഞിരുന്നുകൊണ്ട് പങ്കിയെ കിട്ടിയിട്ടില്ല. ലോണപ്പുറത്തൊക്കെ കറങ്ങാൻ പോയേക്കുവാണ്. എടുക്കാനും തൂറാനൊക്കെ പോയതാണ്. എന്നിട്ട് ചിലപ്പോൾ കറങ്ങിയിട്ട് ഇങ്ങ് വരികയും ചെയ്യും.
വെല്ലയുടെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, വെല്ലയ്ക്ക് ഫുഡ് ശരിയാകുന്നില്ല, വെല്ല നോക്കുന്നത് ശരിയാകുന്നില്ല എന്നൊക്കെ. പക്ഷെ ഇപ്പം നമുക്ക് വേറെ മാർഗ്ഗമില്ല, വെല്ല കുറച്ച് നാൾ അവിടെ നിന്നേ പറ്റത്തുള്ളൂ. അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇവരെ 3 പേരെ തന്നെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ നിർത്തി നോക്കുന്നതുണ്ട്. വെല്ല ഇതേപോലെ നിർത്തി നോക്കാൻ പറ്റത്തില്ല, അവൾ ഇച്ചിരി വിരളിയാണ്, അവൾ നിൽക്കത്തില്ല, ചിലപ്പോൾ ഇവിടുന്ന് ചാടും. ഇവരാകുമ്പോൾ കുഴപ്പമില്ല, സൈലൻ്റായിട്ടുള്ളവർ. വെല്ല ഇച്ചിരി വിരളിയാൽ കുഞ്ഞല്ലേ, 1 വയസ്സല്ല കഴിഞ്ഞോളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു വിരളിത്തരങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പം ചാടിപ്പോവുകയോ എല്ലാം ചെയ്താൽ പിന്നെ അതിനെ തിരക്കി നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് എന്തായാലും അവിടെ നിർത്താനേ പറ്റത്തുള്ളൂ. നമ്മൾ പിന്നെ പോകുമ്പോൾ നമുക്ക് ഫുഡ് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുക, കുഴപ്പമില്ല. അതുകൊണ്ട് ഇട്ട് കൊടുത്ത തുണി മൊത്തം നാശമാക്കി. ഇന്ന് പിങ്കിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അവൾ ചോറ് കഴിക്കുന്നില്ല. ഡോണുവിന് ഇറച്ചിയും മീനൊക്കെ മേടിക്കിടക്കുന്നതൊക്കെ പറക്കി അവനങ്ങ് തിന്നു. ഇവരെല്ലാം ഓടി നടന്ന് അവനങ്ങ് പറക്കി തിന്നു. പങ്കിക്ക് ഇച്ചിരി കൊടുത്തു നോക്ക്, തിന്നുവന്നിട്ട്. ഇല്ല, അവൾ തിന്നുന്നില്ല. അവൾക്ക് ഇന്നെന്തോ പിടിച്ചില്ല. ഡോണിൻ്റെ അസൂയ ഉണ്ടോ, അവൾക്ക് കൊടുക്കുന്നതിൻ്റെ അസൂയ ഉണ്ടോ? അസൂയയും കുശുപ്പുമാണ് അത് മൊത്തം. ആരെയും തൊടരുത്, വേറെ ആരെയും എടുക്കുക, ഒന്നും ചെയ്യരുത്. ഞാൻ അവനും ആകാവുള്ളല്ല, അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണ് അവൻ. പിങ്കിയെ തൊട്ട അന്നേരം അവൻ അതിൻ്റെ ഇടയ്ക്ക് വരും അലമ്പുണ്ടാക്കാനായിട്ട്. അവനെ തൊടാവുള്ളൂ, അവനെ സ്നേഹിക്കാവുള്ളെന്നൊക്കെ ഉള്ള ഒരു ഇതാണ് അവന്. വേറെ ആരെയും തൊടാന്നതും ആരോടും കൂടുതൽ സ്നേഹം കാണിക്കുന്നതെന്നും അവനങ്ങോട്ട് പിടിക്കത്തില്ല. പിങ്കിക്ക് ഇന്നെന്തോ പറ്റി, ഇന്ന് ഫുഡ് കഴിക്കുന്നില്ല. അതിന് ദഹനക്കുറവ് വല്ലതും ഉണ്ടോ, വയറ്റ് തന്നെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അവർക്ക് എന്തെങ്കിലും പോച്ച പുല്ലോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി, അവർ തിന്നിട്ടങ്ങ് കക്കി കളയും. അന്നേരം അവരെ വയറ്റ് തന്നെ അങ്ങ് മാറും. നമുക്ക് കാട്ടുതുളസി ഇപ്പോൾ ഉണ്ട്, അത് ഇട്ട് കൊടുക്കുമ്പോൾ അത് തിന്നിട്ടങ്ങ് തുപ്പും. അന്നേരം വയറ്റ് വേനയൊക്കെ അങ്ങ് മാറും. പങ്കി അതുകൊണ്ട് അത് കഴിക്കാൻ ക്യാമറ തിരിഞ്ഞിരുന്നത് കൊണ്ട് കിട്ടിയില്ല, പങ്കിയെ കിട്ടിയില്ല. പിങ്കി കഴിക്കാതിരിക്കുവാണ്. പിങ്കിക്ക് കുറച്ച് വെള്ളവും കൂടെ വെച്ച് കൊടുക്കുക. മഴയാണ്, അപ്പം വെള്ളമൊന്നും കുടിക്കാൻ ചാൻസ് ഇല്ല. നമ്മളെ കാക്ക വന്നിട്ടുണ്ട്, കാക്കയ്ക്ക് പ്രത്യേകം ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും പിങ്കിയുടെ തിന്നത്തുള്ളൂ. ഈ ചോറിൻ്റെ മേളിൽ ഇറച്ചിയോ മീനൊക്കെ കിടക്കും, അത് കുറച്ച് തിന്നാനാണ് വരുന്നത്. ഡോണ് ചോറ് കുറച്ച് ബാക്കി വെച്ചിരുന്നു, വിശന്നു തോന്നുന്നു. അതുകൊണ്ട് ഡോണ് കഴിക്കുന്നുണ്ട്. പിങ്കി അതെല്ലാം നോക്കി കിടക്കുക, അവള് കഴിക്കുന്നില്ല. ഡോണ് ശരിക്കും മോശമായിട്ടുണ്ട്. പിന്നെ അവൻ്റെ രോമമൊക്കെ ഇങ്ങനെ കുളിപ്പിച്ചിട്ട് തോർത്തിയൊക്കെ ഇടുന്നത് കൊണ്ടാണ്. ഇപ്പം പക്ഷേ എല്ലാം ഒട്ടിക്കിടക്കുമല്ലേ, നനഞ്ഞിട്ടൊക്കെ ഒട്ടിക്കിടക്കുന്നതുകൊണ്ടും കൂടെ ആയിരിക്കും അവനെ മോശമായതല്ല. ഒരു ദൂരം പിടിക്കുകയൊക്കെ ചെയ്യുന്ന അവിടെ തന്നെ, അത് നമ്മൾ കോരിയും കളയും. മഴയായതുകൊണ്ട് പിന്നെ കോരി കളഞ്ഞില്ലേ അലമ്പാകും, കോരിക്കളയാം. കോരിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ട് വരാമെങ്കിൽ പിന്നെ നാളത്തേക്ക് ഉള്ള ഇതേ ഉള്ളൂ. നമ്മൾ അതേപോലെ നോക്കുന്നുണ്ട്, അവർക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കും. ഇത്രയും മഴയൊക്കെ പെയ്തെങ്കിലും അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. തോരാതെ മഴ പെയ്യുമോ 2 ദിവസമായിട്ട്. ഇവിടെ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് ഇപ്പം ചോറും കൊണ്ട് വരാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ നനഞ്ഞു വരാമെന്നും പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് മഴ തോന്നും. പിങ്കിക്ക് എന്താ കുഴപ്പമൊന്നും ചോദിക്കാൻ മതി, അതെന്താ കഴിക്കാത്തതെന്ന്. മൂക്കേക്കറി എടുത്ത് കിടക്കുവാന്നൊന്നും അറിയത്തില്ല.
ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുന്ന ടൈപ്പാണ്. പിങ്കി കഴിക്കുന്നില്ല, കുറച്ച് ടൂൾസും എല്ലാം ഇട്ട് കൊടുക്കുക. ചോറ് കഴിക്കുന്നില്ലല്ലോ, ടൂൾസ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാമെങ്കിൽ അതങ്ങ് കഴിച്ചോളൂ. കവറെടുത്തപ്പോൾ ഇപ്രാളം കണ്ട ഡോണ് ചോറ് കുറേ തിന്നു, എന്നാലും അവൻ ആർത്തി അത് വേണമെന്നും പറഞ്ഞ് നിൽക്കുക. പിങ്കി അത് കഴിച്ചോളൂ, അതിനവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല, അവൾ കഴിച്ചോളൂ. ചോറും ഇറച്ചിയും കഴിക്കാനാണ് ബുദ്ധിമുട്ട്. ഇതൊക്കെ ഡെയിലി ഒരേ കവറ് 3 പേരും കൂടെ തിന്നുകൊണ്ടിരുന്നതാണ്, 3 അല്ല 4 പേരും കൂടെ. ടോണിൻ്റെ മുറിവ് ഇതുവരെ പുറത്തില്ല, മഴയായതുകൊണ്ടാന്ന് തോന്നുന്നു. മുറിവായിട്ടില്ല, തൊലി പോയതേ ഉള്ളൂ. എന്നാലും അത് അവൻ നക്കി നക്കി ചോര ഇങ്ങനെ പൊടിഞ്ഞിരിക്കും. ഓയിൻമെൻറ്റ് ഇട്ട് കൊടുക്കുക. മുറിവ് വലുതാകുന്നില്ല, അവൻ പിന്നെ ഈ വെള്ളത്തിനകത്തൊക്കെ കടന്ന് ഇതൊക്കെ ഇട്ട് വരുന്നില്ല. പിന്നെ ചൊറിയുന്നുണ്ടല്ലോ ഉണ്ടാകും, അവൻ നക്കി നക്കി അത് ഇതാക്കും. പിങ്കിയുടെ കൈയുടെ കണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഇത് അവൾ കിടന്ന് ഇതായെന്ന് തോന്നുന്നു, ചെറിയ ഒരു മുറിവ്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഓയിൻമെൻറ്റാണ്, അതുകൊണ്ട് മുറിവിനിട്ടാൽ പെട്ടെന്ന് മാറും. ഇത് ഡോണിനെ നേരത്തെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തന്ന ഓയിൻമെൻറ്റാണ്. ഇവരെ കൃത്യമായിട്ട് നോക്കുന്നതും കൃത്യമായിട്ട് വരികയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മുടങ്ങുകയും പല കാര്യങ്ങളും തടസ്സമാണ്. ഉച്ച സമയത്ത് എത്ര ദൂരം പോയാലും ചോറ് കൊണ്ട് കൊടുക്കേണ്ടത് കൊണ്ട് നമ്മളിഞ്ഞ് വരുക. ഒരുപാട് ദൂരോട്ട് പോകാനും പറ്റുന്നില്ല, അവർക്ക് ചോറ് കൊടുക്കേണ്ട കാരണം കൊണ്ട്. നമ്മൾ കഴിച്ചില്ലല്ലേ അവർക്ക് കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ. അവരെ നമ്മളങ്ങനെ നോക്കിയതാണ്. പെട്ടെന്ന് നമുക്ക് സാഹചര്യം മാറിയെങ്കിലും പിള്ളേരെ നോക്കാതിരിക്കാൻ പറ്റും. അവരതേപോലെ നമ്മളെ സ്നേഹിക്കുന്നത്, മനുഷ്യരുടെ കൂട്ടൊന്നുമല്ല. പിങ്കിച്ച് കണ്ട അടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കുഴി ഇതുണ്ട്, വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന വെള്ളത്തിലാണ്. അതിന് തുളസിയുടെ 2 ഇല എടുത്തിട്ട് കൊടുക്കാം. കാട്ടുതുളസി ഇട്ട് കൊടുക്കുന്നത്, അത് കടിച്ചു പറിച്ച് ഇന്ന് കഴിഞ്ഞിട്ട് കക്കി വെക്കും, അന്നേരം വയറ്റുവേന മാറും. വയറ്റുവേന വലുതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിന്നും, അത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നത്. അതിനകത്ത് നല്ല രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ തിന്നോളും. അന്നേരം നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട. അത് തിന്നിട്ട് അവർ തന്നെ കക്കി കഴിയുമ്പോൾ അവരെ വയറ്റുവേന മാറും. ഡോണിന് ഇന്ന് നല്ല വിശപ്പെന്തോ ഉണ്ടെന്ന് തോന്നുന്നു, അത് അവനങ്ങ് കഴിക്കുന്നുണ്ട്. പിങ്കി എപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരുന്നതാണ്, അതുകൊണ്ട് അവിടെ അടുക്ക ചെല്ലില്ല എന്നുണ്ടെങ്കിൽ ഇനി മൂക്കേ കയറുകയാണെങ്കിൽ അറിയത്തില്ല. ആരെയും തൊടാനൊന്നും ഡോണ് സമ്മതിക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അവൻ അന്നേരം വന്ന് കയറി അലമ്പുണ്ടാക്കിയിരിക്കും. കുഴി വരുന്നതിന് 2 അടി നമുക്ക് കൊടുക്കാം. കുഴി വരുന്നിട്ടിട്ട് പാവത്താനെ പോലെ വയ്ക്കുന്നുണ്ട്, സ്വിമ്മിംഗ് പൂള് പോലെ അവൾ കുരന്നിട്ട് വെള്ളം കെട്ടി കിടക്കും അവിടെ. 2 അടി കൊടുക്കുക. പാവത്താൻ്റെ ഒട്ടിക്കുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് ഒരു പ്രശ്നമില്ല. അവളെ അല്ല എന്നുള്ള രീതിയിൽ അവളിങ്ങനെ നിൽക്കും, ഒരു കാര്യമില്ല. വളരെ സൈലൻ്റാണ് അവൾ. അന്നേരം ഞാനങ്ങനെ ഒരു സംഭവമേ ചെയ്തില്ല എന്നുള്ള രീതിയിലായിരിക്കും അവൾ അന്നേരം നിൽക്കുന്നത്. ഞാൻ ഇവിടുത്തുകാരി അല്ലെന്നും പറഞ്ഞ് നിൽക്കുകയുള്ളൂ, വേണമെങ്കിൽ ഞാൻ ഇവിടുത്തതല്ലെന്നും പറഞ്ഞ്. JCBക്ക് തുറക്കുന്ന പോലെ അവൾ തുറക്കുന്നത്. പറന്ന് നിമിഷനേരം കൊണ്ട് ഒരു കുഴിയൊക്കെ അങ്ങ് എടുത്ത് കളി. പല വാർക്കപ്പണിക്കാർക്ക് കൊടുക്കാമായിരുന്നു, കുഴിയെടുക്കുന്ന പണിയൊക്കെ മണ്ണുപണിക്കാർക്കൊക്കെ കൊടുക്കാമെങ്കിൽ അവൾ പെട്ടെന്ന് കുഴിയെടുത്ത് കൊടുക്കും.
അലമ്പുണ്ടാക്കാൻ വരുന്നുണ്ട് അവൻ. നോക്ക്, അവളെ പിടിച്ചത് അവനെ കൊണ്ട് പിടിച്ചിട്ടില്ല, അവന് വരുന്നുണ്ട്. നല്ലതായിട്ട് തന്നെ ഉണ്ടെങ്കിൽ തന്നെ തിന്നേനെ. അതുകൊണ്ട് അവൻ ചെയ്ത പണിയുണ്ടോ, അവൻ ആ സ്റ്റെപ്പേലോട്ട് ഇറങ്ങി അവിടെ അങ്ങ് പെടുത്തു. അപ്പുറത്തെല്ലാം കറങ്ങി കിടന്നിട്ട് അവൻ ഓടി വന്ന് ഇവിടെ വന്ന് അവനങ്ങ് പെടുത്തു. നോക്ക്, അവൻ്റെ പണിയുണ്ടാ. അവനും ഇപ്പോൾ പൊട്ടൻ്റെ കൂട്ട്. നമ്മൾ പള്ളു പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഇപ്പം ഒരു അഭിനയമൊക്കെ ഉണ്ട്. അവന് ഓസ്കാർ കൊടുക്കണം ഇപ്പം. പള്ളു പറഞ്ഞാൽ അവൻ അന്നേരം അങ്ങ് ക്ഷീണമായിട്ടങ്ങ് കിടക്കും. വന്ന് വന്നു അവളോ ഇന്ന് ഉമ്മ മേടിക്കാമെങ്കിൽ അവനും ഉമ്മ വരാനായിട്ട് വരും. അവളെ നോക്കാമെങ്കിൽ അവനും ഓടി വന്ന് ഉമ്മ ചോദിച്ചില്ലേനും തരുമോ. പിങ്കിച്ച് പാവം കണ്ടോ, കുരുതക്കാരുണ്ടെന്ന് പറയുമോ. ഇപ്പോൾ നമ്മളടക്കം ഇരിക്കുമ്പോൾ അവൾ എന്തോ ഒരു പാവമായിരുന്നു നോക്കും. ഫോണിന് കണ്ട് അടിയിലാവശ്യമുണ്ട്. അവൻ അപ്പുറത്തും എല്ലാം നടന്നിട്ട് ഇവിടെ വന്ന് ഇവർക്ക് ഇവിടെ സാധിക്കാമെങ്കിൽ അവനും എന്താന്നുള്ള രീതി അവന് നോക്ക്. അവനവിടെ സ്റ്റെപ്പേ എടുത്ത് വെച്ച് അവനെ ഫ്രീ ആയിട്ട് കിടക്കുന്നവനാണ്. അവനവിടെ എല്ലാം പോയിട്ട് വന്ന് ഇവിടെ സ്റ്റെപ്പേ എടുത്ത് വെച്ച് അവനും നോക്ക്. പള്ളു പറയുമ്പോൾ പൊട്ടൻ്റെ കൂട്ടിരിക്കുന്നു നോക്കണം. ഇപ്പോൾ അവന് രണ്ടും കൊടുക്കാം, രണ്ടടി കൊടുക്കാമെന്ന് പറയാമെങ്കിൽ അവനിപ്പോൾ വീണ് അവിടെ കിടന്നങ്ങ് ഉരുളും. അവൻ്റെ അടവാ അത്, നോക്കൂ. ആ, വീണ് അവിടെ കിടന്നങ്ങ് ഉരുളും. വെറും പാവത്താൻ്റെ കൂട്ടിപ്പോൾ അവിടെ കിടന്നാട്ട അടിക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ആ വെറും പാവത്താൻ്റെ കൂട്ട് അവനവിടെ കിടക്കും. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അവന് അതൊരു സംഭവം അറിഞ്ഞിട്ടില്ല. അവിടെ പെടുത്തിട്ടും ഇല്ല. അവനവിടെ ഈ വഴിയെ വന്നില്ല എന്നുള്ള രീതിയാണ് അവൻ കിടക്കുന്നത്. നോക്ക്.